Welcome to the lecture of Electrical and Electronics Engineering for the branches Mechanical Engineering, Tool and Die Engineering, Manufacturing Technology, Automobile Engineering. Myself, Lordson Devasya, working as a lecturer in Electrical and Electronics, Government Polytechnic College, Perumbaur. And this is the outline of the first lecture class. The definition of voltage, current, resistance, power and energy, DC circuits, Ohm's law, series, parallel and combination of resistors, and some other problems are there. As an introduction, what is electrical engineering? The electrical engineering has been accepted as the form of energy which is clean and easy to transmit from one place to other. ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് ഒരു എല്ലായിടത്തും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു എനർജി ഫോമാണ്. വളരെ ക്ലീൻ ആണ്, വേഗത്തിൽ തന്നെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും. ഈ മെക്കാനിക്കൽ എൻജിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തിന് നിങ്ങളിത് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പഠിക്കണം എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാവും. എല്ലാ ബ്രാഞ്ചസും ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ബയോമെഡിക്കൽ, കമ്പ്യൂട്ടർ, മെക്കാനിക്കൽ, അങ്ങനെ എല്ലാ ബ്രാഞ്ചസും ഇൻ്റർ കണക്റ്റഡ് ആണ്. സോ ആസ് യു ആർ ആൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റ്, ഡിപ്ലോമ സ്റ്റുഡൻറ്റ്, you have to know the basics of all other branches. നിങ്ങൾ തീർച്ചയായിട്ടും മറ്റ് എല്ലാ ബ്രാഞ്ചുകളുടെയും ബേസിക് നോളജ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. വൈ? ബിക്കോസ് നിങ്ങൾ മെക്കാനിക്കൽ ഡിപ്ലോമ ഹോൾഡറാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് മെക്കാനിക്കൽ മാത്രമല്ല ഉണ്ടാവുക, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും. സോ യു ഹാവ് ടു നോ ദ ബേസിക് നോളജ് എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങൾ മെക്കാനിക്കൽ കോറായിട്ട് എടുത്തിരിക്കുമ്പോൾ തന്നെ അതർ ബ്രാഞ്ചസിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ദ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി വിച്ച് ഡീൽസ് വിത്ത് ദ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതും ജനറേറ്റ് ചെയ്ത ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യണം. ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി നമ്മുടെ അടുത്ത് വന്നതിന് ശേഷം, നമ്മുടെ വീടിനടുത്ത് വന്ന് അടുത്ത സബ്സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി നമ്മുടെ വീടുകളിൽ അത് ഉപയോഗിക്കുന്നു. ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നതാണ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ്. ദെൻ ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ്. സോ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് which deals with theory and use of electronic devices in which electrons are transported through vacuum, gas or semiconductors. ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അത് ഇലക്ട്രോണിക്സ് ഡിവൈസസ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. The modern computers and digital communication systems are advances of electronics. Now നമ്മൾ കുറച്ച് ഡെഫിനിഷൻസിലേക്ക് പോവുകയാണ്. വൺ ഈസ് ഇലക്ട്രിക് കറണ്ട്. സോ ഇൻ എനി കണ്ടക്ടിങ് മെറ്റീരിയൽ ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫോംസ് വാട്ട് ഈസ് കോൾഡ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുക. എനി സബ്സ്റ്റൻസ് ദാറ്റ് മേ ബി കോപ്പർ, അലുമിനിയം ഓർ സിൽവർ വിച്ച് ഹാസ് എ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് വിൽ പെർമിറ്റ് the flow of electrons when electrical pressure in the form of EMF is applied. ഒരു ഇലക്ട്രിക്കൽ വോൾട്ടേജ് കൊടുത്താൽ ഒരു കണ്ടക്ടറിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുക. സിൻസ് ദീസ് മെറ്റീരിയൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി they are called conductors. And current is assumed to be flow from the positive to നെഗറ്റീവ് ടെർമിനൽ. നമ്മളതിലേക്ക് ഡിസ്കസ് ചെയ്യും. ആൻഡ് ദ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആർ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ടെർമിനൽസ്. ദ യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് ആംപിയർ.
Now another, that is the resistance. It is the opposition to the flow of current in material. ഒരു മെറ്റീരിയൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, അതിനെ ആ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുക. സിൻസ് ദ കറണ്ട് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, റെസിസ്റ്റൻസ് ഈസ് ദ ഒപ്പോസിഷൻ offered by a material to the flow of electrons. ആ കണ്ടക്ടറിൽ കൂടെ അല്ലെങ്കിൽ ആ മെറ്റീരിയൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുക. ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു റിലേഷനാണ്. ദ റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ, വേർ റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ, എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് എ ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. Then another term, electromotive force, or simply we can say that a voltage. EMF produces a force or pressure that causes the free electrons in a body to move in a particular direction. ഒരു ബോഡി അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിലെ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യാൻ ആവശ്യമായ പ്രഷർ ഓർ ഫോഴ്സിനെയാണ് EMF എന്ന് പറയുന്നത്. The ability of a charged body to do work in attracting or repelling charges is called its potential or electrical potential. The unit of EMF is volt. Now there is a question comes here, voltage ആണോ കറണ്ട് ആണോ ആദ്യം എന്നുള്ളതിനെ പറ്റി ഒരു ഡൗട്ട് ഉണ്ടാവാം. So it is saying that the applied voltage is the starting mechanism and the current is a reaction to the applied voltage. Applied voltage ആണ് starting in the mechanism and the reaction is the current. Applied voltage apply ചെയ്യുന്നു, that will cause the movement of electrons and the movement of electrons is known as current. Next, an important law you have already studied in your plus 2 classes, Ohm's law. Ohm's law states that the voltage between two terminals of a current carrying conductor is directly proportional to the current at constant temperature. There is a condition is that at a constant temperature the voltage between the two terminals of a current carrying conductor is directly proportional to the current. This is consider a material. A voltage is applied across that. So what happens? There will be a current through the material I. So according to Ohm's law, that voltage is directly proportional to the current. So that is, by mathematically we can say that V is proportional to current, where V is the applied voltage and I is the current through the material. So Ohm's law states that the voltage between two terminals of a current carrying conductor is directly proportional to the current at constant temperature. At constant temperature. So removing that proportionality by a constant, that is known as resistance. The constant of proportionality is known as resistance. Okay, we have already discussed what is resistance, and the unit of resistance is ohm, and the resistance is drawing like that. This is the indication of a resistance R. Next, the voltage sources. So voltage source, there are two different types. One is DC voltage source, and the DC indicates the direct current, and the direct current means it is a unidirectional flow of charge. That is, the charge flows in one direction. That is unidirectional, and the magnitude is
fixed over the time. So DC voltage direct current ആണ്, ഒരേ ഡയറക്ഷനിൽ തന്നെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഫിക്സഡ് വാല്യൂ ആണ്. AC voltage, that AC indicates alternating current. So that means bidirectional flow of charge, that is that current flows in two directions, and also continuously changing the magnitude with time. സമയത്തിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡ് വ്യത്യാസപ്പെടുന്നു. So first figure indicates the direct current. The x-axis is the time and y-axis is the voltage. So the direction is always in one direction, and that is known as unidirectional, and the magnitude is always a constant value, that is direct current. But coming to that alternating current, and the same x-axis, this is time, and then here the magnitude is 0. As the time increases, the magnitude increases, reaches the maximum value, and then again reduces to 0, and after that that value becomes negative. During this half cycle this will be positive, and during the negative half cycle this will be negative, and reaches that maximum value and then back to 0. That is, the direction changes as the time changes, and also the magnitude is also varying. So such a waveform is known as alternating current, and if the magnitude is constant and the current direction or is in one direction, unidirection, it is known as a direct current. And alternating waveforms, the quantity which flows in both direction at regular intervals of time, it is said to be alternating quantity. Here is a sinusoidal wave. The waveform shape is sinusoidal. Here is another, that is square. The waveform shape is square, and the third one is triangular wave. Here this is the sinusoidal wave, starting 0, positive current reaches the maximum value and then back to 0, and then the current is in the negative direction, reaches the negative maximum, and then again come back to 0. Coming to the next topic, DC circuits. A circuit in any combination of elements that will result in a continuous flow of charge. Continuous flow of charge means a DC current. Continuous flow of charge through the configuration. ഒരു സർക്യൂട്ടിൽ ഒന്നോ രണ്ടോ എലമെൻറ്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ ഇസ് യൂണിഡയറക്ഷണൽ ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് എ DC circuits. So DC supply is also a two-terminal device, and this is the indication of a DC supply. The long line indicates the positive side and the short line indicates negative side. We have already discussed the resistor. This is a resistor that is connected across a supply voltage, and the electrons always flows from negative to positive terminal. This is, can just take an electron. So these electrons flows from negative terminal to positive terminal, and the current flows from positive terminal to negative terminal. So this is the indication of current. The current flows from positive terminal to negative terminal, that is positive terminal of the battery to the negative terminal of the battery through the element. Here it is a resistor. Then we go for the combination of resistors. First, the resistors in series. When resistances are connected in series, same current will flow through all resistances. Consider a resistor R1. There is another resistor R2. There is another resistor R3.
all are connected. If we apply a voltage here, a DC voltage, that will cause a current. So this is the current, and this current I will flow through R1. The same current I will flow through R2, and the same current I will flow through R3, and then back to the next other terminal of the voltage source. So these three resistances R1, R2 and R3 are connected in series, so that same current will flow through all the resistances. So this is the connection of resistors in series. Let us take this example. Three resistors R1, R2 and here it is R3. These are connected in series. So looking from here, so resistance, total resistance determine ചെയ്യാൻ terminalsന്റെ സൈഡിൽ നോക്കുക. So that 10 ohm is connected in series with 30 ohm and that 30 is connected in series with 100 ohm. So what is the total resistance? RT is equal to first resistance 10 plus second 30 plus 100. So this is equal to 140 ohm. The three resistances are connected in series. That is, the same current, if this is the current, the same current will flow through R1, R2 and R3. So they are connected in series. So the total resistance RT is equal to 10 plus 30 plus 100, 140. Now we will discuss a problem. Here there is a resistor R1 and the resistor R2 and there is a third resistor R3 that is connected across a voltage, and the voltage is given as 20 volt, and R1 is 3 ohms and R2 is 2 ohm and R3 is 5 ohm. So the question is, find the total resistance RT, calculate the resulting current IS. Resulting current means IS indicates the source current IS. Determine the voltage across each resistor. ഓരോ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്ക് ഈ വോൾട്ടേജ് V1 എടുക്കാം. V1 and here it is V2 and here it is V3. 3 ohm, 2 ohm, 5 ohm connected in series, 20 volt. Find the source current, voltage across each resistors. So നമുക്ക് ഇതിനകത്ത് മനസ്സിലാവും IS തന്നെയാണ് 3ൽ കൂടെയും 2ൽ കൂടെയും 5 ohmൽ കൂടെയും ഫ്ലോ ചെയ്യുന്നത്. So the 3, 2 and 5 are connected in series. So ഇവിടെ നോക്കുകയാണെങ്കിൽ the three resistors are connected in series. So R total is equal to R1 plus R2 plus R3. R1 is equal to 3 plus 2 plus 5. So this is equal to 10 ohm. So the total resistance RT is equal to 10 ohm. Now second, IS source current. So നമുക്ക് ഇതിനെ തിരിച്ച് ഒരു ടോട്ടൽ റെസിസ്റ്റൻസ് ആയിട്ട് വരയ്ക്കാം. സോ 3 to 5 കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 10 ohm കിട്ടും. ദിസ് ഈസ് 10 ohm
and the voltage is 20 volt, 20 volt, and this is the source current. The current is always from positive terminal to the negative terminal. So the source current IS is equal to, നമുക്ക് Ohm's law അറിയാം, Ohm's law V is equal to IR ആണ്. So I is equal to V divided by R. So the source current I is equal to, what is the voltage? Voltage is 20 volt, 20 divided by, and the resistance is 10. So this is equal to 2 ampere. Now the third part, determine the voltage across each resistor. So we have to find V1, V2 and V3. This is the basic equation, Ohm's law equation. So V is from this, we can write V is equal to I into R. So that V1 is equal to, V1 is equal to current through R1. Current through R1 is the same current, 2 ampere, 2 into R1, that we can write 2 into R1 is 3 ohm. So this is equal to 6 volt. Then V2 is equal to I into R. The current is 2 ampere into the resistance is R2, that is 2 into 2, this is equal to 4 voltage. Then V3 is equal to 2 into R3, that is equal to 2 into R3 is 5, is equal to 10 volt. Then we can write this as, redrawing that figure, this is R1, R2, R3 connected across a 20 volt. So what is V1? This is V1, V2, V3. What is V1? V1 is 6, and the voltage across R2 is 4, and the voltage across R3 is 10. ഇനി നിങ്ങൾ ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് V1 പ്ലസ് വോൾട്ടേജ് അക്രോസ് V2 പ്ലസ് വോൾട്ടേജ് അക്രോസ് V3, that is 6 plus 4 plus 10, that is equal to applied voltage. Now this is the 3 voltage sources are connected in series. So what is the net voltage? 3 voltage source series ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും നെറ്റ് വോൾട്ടേജ്? ഇവിടെ നിങ്ങൾ ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ പൊളാരിറ്റി നോക്കുക. അപ്പ് പോസിറ്റീവാണ്, ഡൗൺ നെഗറ്റീവ്. സെക്കൻഡ് വോൾട്ടേജ് സോഴ്സിൻ്റെ അപ്പ് പോസിറ്റീവ്, ഡൗൺ നെഗറ്റീവ്. തേർഡ് വോൾട്ടേജ് സോഴ്സിൻ്റെ അപ്പ് പോസിറ്റീവ്, ഡൗൺ നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ എന്താണ് മീനിങ്? The 3 voltage sources E1, E2 and E3 are connected in series. Polarity positive, negative, positive, negative, positive, negative. So the net voltage will be the sum of the 3 voltages. So what's the sum? 10 plus 6 plus 2. That is 18 volt. This is the sum. That is the 3 voltage sources are connected in series. So the resultant voltage becomes 18 volt if the polarity is plus minus, here also plus minus, and here also plus minus. So take another situation, the 3 voltage sources E1, E2 and E3, 9 volt, 3 volt, 4 volt, but E1 ന്റെ polarity എന്ന് പറയുന്നത് മൈനസ് പ്ലസ്, E2 ന്റെ polarity മൈനസ് പ്ലസ്, ബട്ട് E3 യുടെ polarity പ്ലസ് മൈനസ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ നെറ്റ് കറണ്ട്? നോക്കാം, ഇത് മൈനസ് പ്ലസ് ആണ്, ഇത് മൈനസ് പ്ലസ് ആണ്. അപ്പോൾ നമുക്ക്
E1ഉം E2ഉം നമുക്ക് ആഡ് ചെയ്യാം. സോ E1ഉം E2 ആഡ് ചെയ്യുമ്പോൾ 9 plus 3 that becomes 12 volt. So what's the polarity? Polarity എന്ന് പറയുന്നത് E1ൻ്റെ E2ൻ്റെ സെയിം polarity തന്നെ. So this becomes minus and the bottom becomes plus. So remaining is 4 volt. അതിൻ്റെ polarity എന്ന് പറയുന്നത് ടോപ്പിൽ പോസിറ്റീവ്, bottom negative, and the voltage becomes 4 volt. Then what is the net voltage? ഇവിടെ നെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് 12നും 4നും polarity different ആണ്. So the resultant voltage will be the difference of the voltage. ഏതായിരിക്കും ഡിഫറൻസ്? ഇത് 12ഉം ഇത് 4ഉം. So the resultant voltage will be 8 volt. And polarity എന്തായിരിക്കും? The polarity is ഏത് വോൾട്ടേജ് ആണോ കൂടുതൽ അതിൻ്റേതായിരിക്കും റിസൾട്ടൻറ്റ് polarity. So ഏത് വോൾട്ടേജാണ്? 12 volt ആണ്. So the polarity becomes top minus and bottom will be positive. This will be the polarity. So you can see that this is the resultant voltage. The top will be negative and bottom will be positive. And the current is always flowing from positive to the negative. So this will be the current direction. Next topic, the resistors in parallel. That is, when resistors are connected in parallel, same voltage is across all the resistors. The term parallel is used too often to describe a physical arrangement between two elements. രണ്ട് എലമെൻസിൻ്റെ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റിനെ എങ്ങനെയാണോ അതിനെയാണ് എന്ത് പറയുക? പാരലൽ എന്ന് പറയുക. So consider this resistances, the three resistances R1, R2 and R3, and the R1, this is the one point of R1 and this is the other point of R1, and this is the other point of R2, and here it is other, and this is the third. So these 3 points are connected. That is, the top points of R1, R2 and R3 are connected, and the bottom points of R1, R2 and R3 are connected, so that these three, that is R1, R2 and R3 are in parallel. So if you apply a voltage here, a voltage V is applied. So what is the voltage across R1? The voltage across R1 is, one point is here and another point is here. So this is connected to here. So voltage across R1 is V. Then what is the voltage across R2? This point is connected to here and also this point is connected to across V. So the voltage across R2 is same as V. And what is the voltage across R3? R3യുടെ ഒരു പോയിന്റ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, അതർ പോയിന്റ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. So voltage across R3 is same as V. So the voltage across R1, R2 and R3 is the same voltage. That is, when resistors are connected in parallel, same voltage is across all the resistors. Two elements, branches or circuits are in parallel if they have 2 points in common. Here one point, other point. ഈ പോയിന്റ് എല്ലാം കോമൺ പോയിന്റ് ആണ്, and that is treated as the point A, and other point are shorted and this point is taken as B, so that R1, R2 and R3 are connected in parallel. So the total resistance in that circuit is 1 by RT is equal to 1 by R1 plus 1 by R2 plus 1 by R3 plus ഇനി അതൊരു റെസിസ്റ്റൻസ് കൂടെ ഉണ്ടെങ്കിൽ if it is R4, this becomes plus 1 divided by R4 etc. So ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, the resultant resistance is RT is equal to
റെസിപ്രോക്കൽ ഓഫ് ദിസ് വാല്യൂ. വൈ? ബിക്കോസ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 1/RT എന്നുള്ളതാണ്. So the resultant resistance will be the reciprocal of this value. So two resistors are connected in series, that is R1 and R2 are connected in series. So what is the resultant voltage, resistance, total resistance? So നമ്മളിപ്പോൾ പഠിച്ചു 1/RT is equal to 1/R1 plus 1/R2. This is equal to LCM becomes R1 R2 not LCM, the reciprocal, the resultant, the mathematical expression, this is will be R1 R2 and this becomes R1 plus R2. So the resultant resistance RT is equal to reciprocal of this value R1 R2 divided by R1 plus R2. So please do remember that the RT is equal to R1 R2 divided by R1 plus R2 if there are only two resistances. രണ്ട് റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ യൂസ് ചെയ്യാം. RT is equal to R1 R2 divided by R1 plus R2. ശ്രദ്ധിക്കുക, രണ്ട് റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ റിലേഷൻ യൂസ് ചെയ്യാം. അതർവൈസ് യു ഹാവ് ടു ഗോ ഫോർ ദ പ്രീവിയസ് ഇക്വേഷൻ 1/RT is equal to 1/R1 plus 1/R2 plus 1/R3 plus etc. This is a mechanical analogy. രണ്ട് മെയിനായിട്ടുള്ള പൈപ്പ്, രണ്ട് പൈപ്പ് രണ്ട് സിംഗിൾ പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് എ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കം ഹിയർ ആൻഡ് ദിസ് ഇസ് ദ ഔട്ട്ലെറ്റ് ആണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. ദെൻ ഈ ടോട്ടൽ ക്വാണ്ടിറ്റി വാട്ടർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയി Q1 ആൻഡ് Q2 ആൻഡ് ദാറ്റ് കംസ് ആഫ്റ്റർ ഹിയർ. സോ ഇഫ് വി അപ്ലൈ വോൾട്ടേജ് ഹിയർ, the total current will be produced. This can take it as I, and the total current is splitted into two. This becomes I1 and this becomes I2. So I1 comes here, I2 comes here. So again there is these two currents I1 and I2 are summing. So this becomes I1 plus I2, that is equal to I. That is the mechanical analogy. Water, a large amount of water, and that is splitted into two different quantities Q1 and Q2, and that Q1 depends upon the cross sectional area of that pipe and the Q2 also depends upon the cross sectional area. Again Q1 and Q2 combined ചെയ്തിട്ട് the total quantity will be same as QT. So this is an mechanical analogy for the two resistors are connected in parallel. So here നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇവിടെ ഒരു കോമൺ പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബോട്ടം ടെർമിനൽസ് ഒരു കോമൺ പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് ഇവിടെ അത് തന്നെയാണ് ചെയ്തത്. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നേരെ ഇങ്ങനെ ഈ രീതിയിൽ കോമൺ പോയിന്റിലേക്ക് കണക്ട് ചെയ്യാം. സോ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് കണക്ട് ചെയ്യുമെന്ന് വിചാരിച്ച് ഈ ഡിഫറെൻറ്റ് കണക്ഷൻസിനെ നമുക്ക് ഒരു സിംഗിൾ പോയിന്റിലേക്കായിട്ട് കണക്ട് ചെയ്യാം. ദാറ്റ് ബിക്കംസ് R1 is connected to the point A one side, other is connected to B, and R2 one point is connected to A, other point is connected to B. For R3 one end is connected to A, other is connected to B. That is, there is a common point A and B. So R1, R2 and R3 are connected in parallel. So there is a problem. Two resistors 3 ohm 6 ohm both are connected in parallel. So what is the total resistance?
നമ്മൾ പഠിച്ചു രണ്ട് റെസിസ്റ്റൻസ് ആണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് RT ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. Here R1 is equal to 3 into R2 is 6 divided by 3 plus 6. So 6 into 3 18. This is equal to 9. So this is equal to 2 ohms. So the resultant resistance is equal to 2 ohm. Take another example. The 4 ohms is connected. Here also 4 ohm is connected. So what is the total resistance? RT. So here RT is equal to, now we can take this as R1 and this is R2. So RT is equal to R1 R2 divided by R1 plus R2. So that is 4 into 4 divided by 4 plus 4. So 4 into 4 is 16 divided by 8. So this becomes 2 ohms. So നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, the two resistances R1 and R2 രണ്ടും സെയിം റെസിസ്റ്റൻസ് ആണ്, 4 ohm തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ the resultant resistance becomes the half of R1, that is 2. RT is equal to 2. രണ്ട് റെസിസ്റ്റൻസും സെയിം ആണെങ്കിൽ ദ റിസൾട്ടൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരെണ്ണത്തിൻ്റെ ഒരു റെസിസ്റ്റൻസ് വാല്യൂവിൻ്റെ ഹാഫ് ആയിരിക്കും. ഇനി ഇവിടെ നോക്കുക, രണ്ട് റെസിസ്റ്റൻസ്, വൺ ഈസ് 3 ആണ്, അതർ വൺ ഈസ് 6 ആണ്. രണ്ടും ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. The resultant resistance RT is equal to 2 ohm ആണ്. That means different values ആണെങ്കിൽ നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് റെസിസ്റ്റൻസ് R1 R2 അതിലേതാണോ ചെറുത് അതിനേക്കാളും കുറഞ്ഞ വാല്യൂ ആയിരിക്കും റിസൾട്ടൻ്റ് എന്ന് പറയുക. രണ്ട് റെസിസ്റ്റൻസ് ഡിഫറെൻറ്റ് റെസിസ്റ്റൻസ് ആണെങ്കിൽ നെറ്റ് റെസിസ്റ്റൻസ് വാല്യൂ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇൻഡിവിജ്വൽ, വിച്ച് വൺ ഈസ് ലോവർ. 3യുടെയും 6ൻ്റെയും വാല്യൂ ഏതാണ് ലോവർ? ദാറ്റ് ഇസ് 3 ആണ് ലോവർ. അതിനേക്കാളും കുറവായിരിക്കും നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുക. Now go for the next session, that is combination of series and parallel connection of resistors. So consider that this is the point A, R1 is connected, then R2 is connected, that is in series with R3. So നിങ്ങൾ നോക്കുക, ഇവിടെ ഇൻപുട്ട് ഒരു കറണ്ട് I എന്നെടുക്കുക. That current is splitted, comes here, അത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. This becomes I1 and this becomes I2. So this I1 is goes through R1, തിരിച്ചിവിടെ എത്തി I1. Then I2 goes through R2, തിരിച്ച് ഇവിടെ എത്തി. ഇത് രണ്ടും I1 ഉം I2 ഉം വീണ്ടും കമ്പൈൻ ചെയ്തു. So again flows through R3. This is I1 plus I2, that is equal to I. Then ഇവിടെ ഡിഫറെൻറ്റ് കറൻറ്റ്സ് ആണ് R1 കൂടെയും R2 കൂടെയും ഫ്ലോ ചെയ്യുന്നത്. സോ R1ൻ്റെ ഒരു പോയിൻ്റ് ഇതാണ്, R2ൻ്റെ ഒരു പോയിൻ്റ് ഇതാണ്. ഈ രണ്ട് പോയിൻറ്റും കണക്ട് ചെയ്ത് ഇവിടെ ഷോർട്ടാക്കിയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ R1ൻ്റെ അതർ പോയിൻ്റ് ഇതാണ്, R2ൻ്റെ അതർ പോയിൻ്റ് ഇതാണ്. ഈ രണ്ട് പോയിൻ്റ് നേരെ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. സോ R1നും R2നും വൺ എൻഡ് ഈസ് കോമൺ ആൻഡ് അതർ എൻഡ് ഈസ് ഓൾസോ കോമൺ. സോ രണ്ട് കോമൺ ആയിട്ടുള്ള പോർഷൻസ് ഉണ്ടെങ്കിൽ ദ R1 ആൻഡ് R2 ആർ കണക്റ്റഡ് ഇൻ പാരലൽ. R1 ഈസ് ഇൻ പാരലൽ വിത്ത് R2.
Then so I1 I2 ഇവിടെ ഒന്ന് കമ്പൈൻ ചെയ്തു, again II, and that current will flow through R3. നമുക്കിനി തിരിച്ച് വരയ്ക്കാം. So R1 R2 is in parallel, so this is R1 and R2, that is other point, this will be the point A and this is the point B, that is connected in series with other resistance R3. This is the R3. So we can say that the net resistance RT is equal to R1 parallel R2, R1 parallel R2 plus R3. Then take the next one. This is the point A and this is the point B, R1 and R2. ഇവിടെ ഒരു കറണ്ട് എടുക്കാം നമുക്ക്. This is the I, that is splitted into 2, I1 and here it is I2. So I1 ആണ് R1ൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്, അതേ I1 തന്നെ R2ൽ കൂടെ ഫ്ലോ ചെയ്യുന്നു. So same current flows through R1 and R2, that means R1 and R2 are connected in series. Okay, rearrange ചെയ്ത് ഇങ്ങനെ വരയ്ക്കാം. The same current flows I1. So R1 and R2 are connected in series. R1 plus R2. Then there is another resistance R3. And the current is I2. So this is the current I is splitted as I1 and I2. Again here it becomes I2 and this is I1, that is combined, total current is I. So the current comes here, I comes, that is splitted as I1 and I2, that again combines as I1 and I2, that becomes I. So we can say that the combination of R1 and R2, that is in parallel with R3. So the total resistance RT is equal to R1 and R2 are connected in series, R1 plus R2 connected in series, that is in parallel with R3. This is the total resistance. So this is the combination of resistance. The resistance can be connected as series or parallel or series and parallel. So ഇവിടെ നോക്കുക, just take that the current through R3 is something I എന്ന് എടുക്കാം. ഇതേ കറണ്ട് തന്നെയാണ് R4ൽ കൂടെ പാസ് ചെയ്യുന്നത്. സോ നമുക്ക് എടുക്കാം R3 and R4 are connected in series. The same current is flow through R3 and R4. So we can take that R3 and R4 are connected in series. Now rearrange ചെയ്ത് വരയ്ക്കാം. R3 plus R4 both are connected in series. Next the remaining is R2. That is, this is the point B. So at that point B, the R2 is connected. R2 is connected, and the remaining here it is an R1. R1. This is the voltage E. Now, so R3 and R4 are connected in series. This is the combination of R3, R4. So ഇനി നോക്കുക, ഇവിടുത്തെ കറണ്ട് സംതിങ് I1 ആണെന്ന് വിചാരിക്കുക, that is splitted as other currents I plus I2. So ഇവിടെ I വന്നു, ഇവിടെ I2 വന്നു, ഇത് കമ്പൈൻ ചെയ്ത് I1 ആണ്. സോ R3 plus R4ൻ്റെ കോമ്പിനേഷൻ്റെ പോയിൻ്റ് ഇതാണ്, അതിവിടെ കോമൺ പോയിൻ്റായിട്ട് കണക്ട് ചെയ്തു. അതർ പോയിൻ്റ് ഇതാണ്, അത് ഇവിടെ കോമൺ പോയിൻ്റായിട്ട് കണക്ട് ചെയ്തു. സോ രണ്ടിനും R3 R4നും R2നും
കോമൺ ആയിട്ടൊരു പോയിൻ്റാണ്. R3 പ്ലസ് R4നും R2നും കോമൺ ആയിട്ട് പോയിൻ്റാണ്. സോ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് R3 പ്ലസ് R4 ആൻഡ് R2 are connected in parallel. So R3 plus R4, that's a combination. R3 plus R4 അതിൻ്റെയും R2ൻ്റെയും കോമൺ പോയിൻറ്റ്സ് ആണ്, രണ്ടിൻ്റെയും കോമൺ ആണ്. സോ R2ഉം R3 ആൻഡ് R4ഉം പാരലൽ. സോ R3 plus R4 in parallel with R2. So the remaining is R1 and the voltage E. So coming to the final, so the current through R1 is same as the current through this resistor, so that this R1 is in parallel with this combination. So the resistance RT is equal to R1 plus R3 plus R4 in parallel with R2. This is the net resistance. അടുത്തൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. There is a 9 ohm resistance. There is a 6 ohm. Six ohm, 3 ohm, and there is another 3, and the voltage is 16.8 volt. And here the resistance is 4. So what is the total resistance RT? So find the total resistance RT and then find the source current IS. Source current means the current from the source IS. Then ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് പോർഷൻ തുടങ്ങുക, ലാസ്റ്റ് സൈഡ്. ഹിയർ ദിസ് ഇസ് എ 3 ohms ആൻഡ് ഇവിടെ ഒരു 6ഉം 3ഉം പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് മാറ്റാം. ദാറ്റ് ഇസ് 6 ഈസ് ഇൻ പാരലൽ വിത്ത് 3. സോ 6 in parallel with 3, 6 parallel 3, that is equal to, നമ്മൾ പഠിച്ചിട്ടുണ്ട്, R1 R2, that is the two resistors are connected in parallel. RT is equal to R1 R2 divided by R1 plus R2. So 6 parallel 3 is equal to 6 into 3 divided by 6 plus 3. This is equal to 18 divided by 9. This is equal to 2. Then another resistance 9 and 6 are connected in parallel. That is 9 parallel 6. This is equal to 9 into 6 divided by 9 plus 6. This is equal to, and listen that why the 6 and 3 are in parallel. They have common points. This is the one point that is connected here, and for the 3 this is connected to here. So they are in common point. Here also 6 other point, 6 is connected here, and other point of 3 is connected here. So they have common points.
so that the 6 and 3 are in parallel. Here also this is 9, one point is 9 ഒരു പോയിന്റ് ഇതാണ്, അതർ പോയിന്റ് ഇതാണ്, അതുപോലെ തന്നെ 6ൻ്റെ ഒരു പോയിന്റ് ഇതാണ്, 6ൻ്റെ അതർ പോയിന്റ് ഇതാണ്. So these points are connected as common. Here also it is connected as common. So 9 and 6 are connected in parallel. So 9 into 6 divided by 9 plus 6, and this becomes the 3.6 ohms. Now ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. 9 6നെ നമുക്ക് പാരലൽ കോമ്പിനേഷനിൽ നമുക്ക് 3.6 എന്ന് എഴുതാം. So this is the 3.6 ohm. പോയിന്റ് ഇടുന്നു, താഴെ 4 ohm കണക്ട് ചെയ്തിട്ടുണ്ട്, 4 ohms. Then again that is 6 parallel 3, 6 parallel 3 is 2 ohm, 2 ohms. Then and this point is connected back. Again ഈ പോയിന്റിൽ നിന്ന് ഒരു 3 ohms കണക്ട് ചെയ്തിട്ടുണ്ട്, 3 ohm is connected, and the voltage is 16.8 volt. Now ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, there is the current through 4 ohm. Just for example I എന്ന് എടുക്കാം, അതേ കറണ്ട് തന്നെയാണ് 2ൽ കൂടെ പാസ് ചെയ്യുന്നത്. So that the 4 and 2 are connected in series. So ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ this is 16.8. Here there is a 3.6 ohm. The resultant of 4 and 2 is 6 ohm, and the remaining is 3 ohm. So again look at here, one point of 6 is here, other point of 6, ഇത് 3യുടെ പോയിന്റ് ആണ്, 3യുടെ അതർ പോയിന്റ് ഇതാണ്. ഈ രണ്ട് പോയിന്റും ഷോർട്ട് ചെയ്തിട്ടുണ്ട്, ഈ രണ്ട് പോയിന്റും ഷോർട്ട് ചെയ്തിട്ടുണ്ട്. സോ the two ends of 6 and 3 are shorted, that is take it as a common point, so that the 6 and 3 are connected in parallel. So 6 ഉം 3 ഉം parallel ആയിട്ട് കണക്ട് ചെയ്താൽ the resultant becomes 2 ohm. നമുക്കതിനെ റീഅറേഞ്ച് ചെയ്ത് വരയ്ക്കാം. This is 16.8 volt, this is 3.6 ohms, and the 6 and 3 are in parallel, so the resultant is 2 ohm. Then again look at here, we can see that the current through the 3.6, നമുക്ക് അതിനെ സിംപ്ലി I1 എടുക്കാം, the same current will flow through 2 ohm. So the 3.6 and 2 are connected in series, so the total resistance RT is equal to 3.6 plus 2, that is equal to 5.6 ohm. So ഇതിനെ റീഅറേഞ്ച് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ this is 16.8 volt, the 3.6 and 2 are connected in series, so this becomes 5.6 volt, sorry, so 5.6 ohms. So the source current IS is equal to the voltage divided by total resistance. So voltage is 16.8 divided by the total resistance is 5.6, that is equal to 3 ampere. So the total resistance RT is equal to 5.6 ohms, and the source current IS is equal to 3 ampere.
and the total resistance RT is equal to 5.6 ohms. Thank you.